ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ടെക്നോമെട്രിക് ഫങ്ഷൻസ് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്ക് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. കാരണം പല പ്രോബ്ലംസിലും ഇതാണ് വരിക. നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. നമുക്കിത് വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ കേസ് കൺഫ്യൂഷനൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഹൈപ്പോട്ടീനിയസ് എന്ന് പറയുക. ഈ അടിയിലുള്ള ഭാഗം അഡ്ജസൻ്റ് എന്നും ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് എന്നും പറയും. അപ്പോൾ നമ്മൾ ഇതിന് പേര് കൊടുത്തിന് പി ക്യു ഒ. അപ്പോൾ ഇവിടെ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടീനിയസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ദാറ്റ് ഈസ് ഒ പി. ഹൈപ്പോട്ടീനിയസോ പി ക്യു. അപ്പോൾ നമ്മളിവിടെ ഒ പി ബൈ പി ക്യു നീക്കും. പിന്നെ കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടീനിയസ്. അപ്പം ഒ ക്യു ബൈ പി ക്യു എന്ന് വരും. പിന്നെ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ ഒ പി, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒ ക്യു. അപ്പോൾ ഒ പി ബൈ ഒ ക്യു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ അറിയാനുള്ളത് കൊസീക് എക്സ്, സീക് എക്സ് ആൻഡ് കോട്ട് എക്സ്. അപ്പം കൊസീക് എക്സ് പറഞ്ഞാൽ ഈ ഒരു സൈൻ എക്സിൻ്റെ ഇൻവേഴ്സാണ്. അപ്പം 1 സൈൻ എക്സ്. ഓക്കെ. കൊസീക് എക്സ് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഇൻവേഴ്സ്. സീക് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ 1 കോസ് എക്സ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്പറിനെ 1 ആക്കി ചെയ്യാം. സൈൻ എക്സ് ആകുമ്പോൾ 1 സൈൻ എക്സ്, ടാൻ എക്സ് ആകുമ്പോൾ 1 ടാൻ എക്സ്. അതാണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കോട്ട് എക്സ് പറഞ്ഞാൽ അത് ടാൻ എക്സിൻ്റെ ഇൻവേഴ്സാണ്. ദാറ്റ് ഈസ് 1 ടാൻ എക്സ് എന്ന് വരും. ഇനി നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ്, കോസ് എക്സ് ബൈ സൈൻ എക്സ്, ഇതിനൊക്കെ എന്താ വരിക? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒ പി ബൈ പി ക്യു ആണ്. ഒ പി ബൈ പി ക്യു. കോസ് എക്സ് എന്ന് പറഞ്ഞാലോ ഒ ക്യു ബൈ പി ക്യു ആണ്. നമുക്കിവിടെ പി ക്യുവും പി ക്യുവും ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് എന്താ ബാക്കി വരിക? ഒ പി ബൈ ഒ ക്യു എന്ന് വരും. അപ്പം നമുക്കറിയാം ഒ പി ബൈ ഒ ക്യു എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും കിട്ടണോ? ഇതിനോ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒ പി ബൈ ഒ ക്യു ആണ്. സോ സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്യുമ്പം നമുക്ക് ടാൻ എക്സ് എന്നാണ് ആൻസർ വരിക. അതുപോലെ തന്നെ കോസ് എക്സ് ബൈ സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഒ ക്യു ബൈ പി ക്യു. അത് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒ പി ബൈ പി ക്യു. നമ്മളിവിടെ പി ക്യു ക്യാൻസൽ ചെയ്യുമ്പം ദാറ്റ് ഈസ് ഒ ക്യു ബൈ ഒ പി. ദാറ്റ് ഈസ് ഇതിൻ്റെ ഇൻവേഴ്സാണ്. ഇതിൻ്റെ ഇൻവേഴ്സാണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് 1 ടാൻ എക്സ് എന്ന് വരും. കാരണം ഇതിൻ്റെ ആൻസർ ഒ പി ബൈ ഒ ക്യു ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റായി വരുന്നത് ഒ ക്യു ബൈ ഒ പി. ദാറ്റ് ഈസ് ടാൻ എക്സിൻ്റെ ഇൻവേഴ്സാണ് ആൻസർ വരിക. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം നമുക്ക് പല ഇക്വേഷനിൽ നമുക്ക് ആൻസർ ചെയ്യുമ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് വരും. പ്രോബ്ലംസിലൊക്കെ ഇങ്ങനത്തെ വരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ എന്തായാലും പഠിച്ചേക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് എടുക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ട്രയാങ്കിളിൻ്റെ പൈത്തഗോറിയൻ തിയറം അറിയില്ലേ, അത് നമ്മളിവിടെ ചെയ്യണം. ഓക്കെ. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്ക്വയറും അഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയറും ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പം ഓപ്പോസിറ്റ് സൈഡ് പറയുമ്പോൾ ഒ പി. അപ്പോൾ ഒ പി സ്ക്വയർ പ്ലസ് ഒ ക്യു, ദാറ്റ് ഈസ് ഒ ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താവും? ഹൈപ്പോട്ടനസ് സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് പി ക്യു സ്ക്വയർ. ഓക്കെ. ഇനി നമ്മൾ ഇതിനൊക്കെ എന്തിനു ഡിവൈഡ് ചെയ്യണം എന്നറിയാം? ഇതൊക്കെ പി ക്യൂനോട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഹൈപ്പോട്ടനസ് കൊണ്ട് ഇതെല്ലാം ഡിവൈഡ് ചെയ്യാം.
അത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിനോട് കൊണ്ട്. അപ്പം ഒ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് പി ക്യു. അപ്പോൾ പി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യു സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ക്യു സ്ക്വയർ. ഇനി നമ്മൾ ഒ പി ബൈ പി ക്യു, ഓക്കെ, നമുക്കിവിടെ സ്ക്വയർ കോമൺ ആക്കി എടുക്കാം. അപ്പോൾ ഒ പി ബൈ പി ക്യു ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒ ക്യു ബൈ പി ക്യു ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഓക്കെ, പി ക്യു സ്ക്വയർ പി ക്യു സ്ക്വയർ എന്താവും 1 ആയിട്ട് മാറും. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒ പി ബൈ പി ക്യു ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒ ക്യു ബൈ പി ക്യു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഒ പി ബൈ പി ക്യു എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ് ഒ പി ബൈ പി ക്യു എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താക്കാം, സൈൻ എക്സ് എന്ന് ചെയ്താൽ ഒ പി ബൈ പി ക്യു എന്താണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. പിന്നെ ഒ ക്യു ബൈ പി ക്യു പറഞ്ഞാൽ എന്താണ്? ഒ ക്യു ബൈ പി ക്യു ഈസ് കോസ് എക്സ്. അപ്പം കോസ് എക്സ് ഇവിടെ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പം നമ്മളിവിടെ ഈ ഒരു ഇക്വേഷൻ കണ്ടില്ലേ, ഈ ഒരു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 നമ്മൾ 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് പറഞ്ഞാൽ എന്താ വരിക? നമുക്ക് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അതുപോലെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ചെയ്യുമ്പം നമുക്ക് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഈ സ്റ്റെപ്സൊക്കെ ഡിറൈവ് ചെയ്യുന്ന എങ്ങനെ ഈ ഒരു ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള ഒരു ഡെറിവേഷനാണ് നേരത്തെ കാണിച്ചത് കേട്ടോ. അപ്പം ഇത് മൂന്നുമാണ് പഠിക്കേണ്ട ഇക്വേഷൻസ് പറഞ്ഞത്. ഓക്കെ, 1 ആണ്. അപ്പം ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻസ്. മറ്റേത് ഫുള്ള് ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ആ സ്റ്റെപ്സ് മാത്രം കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും പഠിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഡെറിവേഷൻ്റെ ഇതുപോലെ തന്നെ മറ്റൊരു ഡെറിവേഷൻ ഇനിയുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണല്ലോ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കോസ് സ്ക്വയർ എക്സിനോട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഇതെല്ലാം കോസ് സ്ക്വയർ എക്സിനോട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് is also divided by cos square x. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ആണ്. ഇത് നമുക്ക് ഇവിടെ സ്ക്വയർ കോമൺ ആക്കി എടുക്കണം. അപ്പോൾ കോസ് എക്സ് ബൈ കോസ് എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് എക്സ് ദി ഹോൾ സ്ക്വയർ. കാരണം 1 ഇവിടെ സ്ക്വയർ ഇട്ടാൽ ഇസ് ഈക്വൽ ടു 1 തന്നെ ഇപ്പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ കോസ് എക്സ് ബൈ കോസ് എക്സ് എന്താവും 1 ആയിട്ട് തന്നെ മാറും. പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? നമുക്കറിയാം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ് ആണ്. നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയൊരു ആൻസറാണ് അത്. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇസ് ടാൻ എക്സ്. ഇവിടെ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ സ്ക്വയർ എന്ന് കൊടുക്കും. അത് ഇസ് ടാൻ സ്ക്വയർ എക്സ്. ഈ 1 ബൈ കോസ് എക്സ് എന്താ? നമുക്കറിയാം നേരത്തെ പഠിച്ചതാണ്. 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. ഓക്കെ, നമ്മൾ എന്താക്കും? സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ ആണ് ഒരു ഇക്വേഷൻ. നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഈ ഒരു ഇക്വേഷൻ 2 ഇനി ഡിറൈവ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ് ആൻഡ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്തായിരിക്കും? ഇതിനെ നമ്മൾ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് നമുക്ക് എന്താ കിട്ടുക? വിൽ ഗെറ്റ് 1. ഓക്കെ, ഇതാണ് മറ്റ് 3 ഇക്വേഷൻ. ഓക്കെ, നമ്മൾ അറിയേണ്ട മറ്റ് 3 ഇക്വേഷനാണ് ഇത്. ഇതൊക്കെ ജസ്റ്റ് സ്റ്റെപ്സ് അത് നിങ്ങൾ പഠിക്കേണ്ടതൊക്കെ ജസ്റ്റ് അറിഞ്ഞു നിന്നാൽ മതി. നമുക്ക് എങ്ങനെയാണ് ഇവിടെ കിട്ടണമെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വരാൻ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഓക്കെ, ഇതൊക്കെ പഠിച്ച് വെക്കേണ്ട ഇക്വേഷൻസാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഇങ്ങനെ ഇതുപോലെ 3 സെറ്റ് ഇനിയുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ നമുക്കറിയാം? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ
കോസ് സ്ക്വയർ എക്സിനോട് ഡിവൈഡ് ചെയ്ത് നമ്മൾ സൈൻ സ്ക്വയർ എക്സിനോട് ഇതൊക്കെ ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പം കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇപ്പോൾ കോസ് എക്സ് നമുക്കിവിടെ സ്ക്വയർ കോമൺ ആക്കി എടുക്കണം. ഇപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് ബൈ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താ നമുക്കറിയാം. കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ് 1 ബൈ ടാൻ എക്സ് എന്നാണ് വരിക. കോസ് എക്സ് ബൈ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ് 1 ബൈ ടാൻ എക്സ്. നമുക്കറിയാം 1 ബൈ ടാൻ എക്സ് എന്താണ്, കോട്ടെക്സ് ആണ്. നമ്മൾ കോട്ടെക്സ് എന്ന് ചെയ്തു. ഓക്കെ, 1 ബൈ ടാൻ എക്സ് നമുക്കറിയാം നേരത്തെ പഠിച്ചതാണ്. 1 ബൈ ടാൻ എക്സ് പറഞ്ഞാൽ കോട്ടെക്സ് ആണ്. അപ്പോൾ കോട്ടെക്സ് എഴുതും. ഇവിടെ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് കോട്ട് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കും. പിന്നെ ഇവിടെ സിമിലർ ആയതുകൊണ്ട് നമ്മൾ സൈൻ എക്സ് ക്യാൻസൽ ചെയ്തിട്ട് 1 എന്ന് വരും. പിന്നെ 1 ബൈ സൈൻ എക്സ് എന്താ, 1 ബൈ സൈൻ എക്സ് ഇസ് കൊസീക് എക്സ് ആണ്. ഈ സ്ക്വയർ നമ്മൾ ഇവിടെ കൊടുക്കും. ഓക്കെ, ദറ്റ് ഈസ് കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ 1 പ്ലസ് ഇത് മാറ്റി ഇതാണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. ഇത് നമ്മൾ 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു കൊസീക് സ്ക്വയർ എക്സ് നമ്മൾ -1 മൈനസ് ചെയ്യുമ്പം വി ഗെറ്റ് കോട്ട് സ്ക്വയർ എക്സ്. അതുപോലെ തന്നെ കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ്. ഇവിടെ കോസ് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ആണ് ഉത്തരം 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇക്വേഷൻസിൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും, ഇതും പിന്നെ ഇത് കുറേ പ്രാവശ്യം ചോദിക്കാറുള്ളതാണ്. അപ്പം ഇത് 3ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെന്തായാലും പഠിച്ചേക്കണം. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ ബേസിക് ആയിട്ട് അറിയാനുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇറ്റ്.